നമസ്കാരം സുഹൃത്തുക്കളെ, കേരളത്തിലെ കണ്ണീരിലാഴ്ത്തിയ പിഞ്ചു കുഞ്ഞിന്റെ മരണം നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കത്തില്ല. ഇനി വരുന്ന ദിവസം നമ്മുടെ നാട്ടില് കൊറോണ പോലെ വല്ല ഭവിഷ്യത്തുക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞോടണ്ട, അതുപോലെ സംശയിക്കുകയും വേണ്ട. എന്തുകൊണ്ടാൽ നമ്മളെ കേരളത്തിന് ഇങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീതി മേടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ നിയമ സംവിധാനവും അതേപോലെ കേരള സർക്കാരുമാണ്, വി ഡി സതീശനുമാണ്. ഈ അഷ്കർ എന്നും പറഞ്ഞ അഖില എന്നും പറഞ്ഞ കൊടും കുറ്റവാളികൾക്ക് തൂക്ക് കയറ് കൊടുക്കുന്നത് വരെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ ഇത് അനുഭവിച്ചിരിക്കും. ഇതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിച്ചിരിക്കും എന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയുണ്ട്, വ്യക്തമായിട്ട് നമുക്ക് അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. സ്വദേശിയായ ആമിനയെ അഷ്കർ വിവാഹം കഴിക്കുമ്പോൾ ആമിനയുടെ രൂപം ഇതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആമിന. ഒന്നോർക്കണം, വിവാഹം നടക്കുമ്പോൾ ആമിനയ്ക്ക് വയസ്സ് 18, ഇപ്പോൾ 23. ഈ കൊലപാതകം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്ലാനിങ്ങോ എക്സിക്യൂഷനൊന്നും അല്ല. ഇത് നാളുകളായിട്ട് ഇവർ ഗൂഢാലോചന നടത്തുന്നതാണ്. ഈ അഖിലയും അഷ്കറും അതിലൊരെണ്ണമാണ് വീടിന്റെ മുകളിൽ ഈ മുക്കിനും മൂലയിലും കൊണ്ടിരുത്തും. അത് കൊച്ചു വീണ് കഴിഞ്ഞാൽ 1.5 വയസ്സല്ലേ ഉള്ളൂ. അതിനറിവില്ലാതെ ഒന്ന് തെറ്റി താഴോട്ട് വീണ് കഴിഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാലോ. ഇതിപ്പോ കുറെ നാളുകളായിട്ട് ഇവർ ശ്രമിക്കുന്നതാണ്. അതിന്റെ ഒടുവില് അവിടുത്തെ നാട്ടുകാരും ഒക്കെ അറിഞ്ഞു ഈ കൊച്ചിനിങ്ങനെ ഇവർ ഉപദ്രവിക്കുന്നു എന്നുള്ളത്. അവർക്ക് ചെറിയ സൂചന ഒക്കെ കിട്ടി. അവസാനം ഗതികെട്ടാണ് ഈ അഖില എന്ന് പറയുന്ന വേശി എന്ന് പറയണം, ഈ സ്ത്രീ, വൃത്തികെട്ട സ്ത്രീ എന്ന് പറയുന്ന ഇവള് തമിഴ്നാട്ടിൽ ഡാൻസ് കളിക്കാൻ പോകുന്നു. ഈ അഖില എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളി നേരത്തെ ഒരു കല്യാണം കഴിച്ച് ആ ഭർത്താവ് സൂയിസൈഡ് ചെയ്തതാണ്. എന്താണെന്നറിയോ? അഖില 3 മാസം പ്രഗ്നന്റ് ഉള്ള സമയത്താണ് ഈ അഖിലയുടെ ഭർത്താവ് മരണപ്പെടുന്നത്. അതിന്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാകാലോ. ഈ അഖിലയ്ക്കുള്ള ആ ഒരു പ്രഗ്നന്റ്, ആ ഒരു കുഞ്ഞെന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഭർത്താവിന്റെ അല്ല എന്നുള്ളത് ഇവള് ആണയിട്ട് പറഞ്ഞ് അവസാനം അവൻ ആ ഒരു പാവപ്പെട്ട മനുഷ്യന് മനസ്സ് തകർന്ന് സൂയിസൈഡ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ അഖില അന്നും ഈ അഷ്കറുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇപ്പോൾ വരും ദിവസങ്ങളിൽ എന്തായാലും ഞാൻ പറയുന്നത് ശരിയാകും എന്നുള്ളതാണ് എനിക്ക് അറിയുന്നത്. ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ച് എനിക്ക് മനസ്സിലാകുന്നത് ഈ അഖില നേരത്തെ അന്ന് കല്യാണം കഴിച്ച ആ ഒരു ആദ്യ സമയത്താണെങ്കിലും ഈ അഷ്കറുമായിട്ട് ബന്ധത്തിലാണ്. അങ്ങനെയാണ് ഈ 3 മാസം പ്രഗ്നന്റ് ആയ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു ഭർത്താവ് സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് വെറും സിമ്പിൾ ലോജിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്തായാലും നമ്മൾ ഒട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും നമ്മുടെ നാവ് അനുവദിക്കുന്നില്ല. അതേപോലെ നമുക്ക് സങ്കടമാണ് ഉള്ളിലുള്ളത്. ഇപ്പം നമുക്ക് ഒട്ടും വൈകാതെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയുണ്ട്, വ്യക്തമായിട്ട് നമുക്ക് അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. അത് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. വെളിപ്പെടുത്തി മകളെ കൊലപ്പെടുത്താൻ പല രീതിയിൽ അഷ്കർ ശ്രമിച്ചു എന്ന് ആമിനയുടെ മാതാവും പറയുന്നു. ഉപദ്രവിക്കുമായിരുന്നു. ഒന്ന് പേരും കൊണ്ട് തലയെ പിടിച്ചിടിച്ചല്ലേ? എന്നെ അടിക്കും, വെള്ളത്തെ പിടിച്ച് മക്കി. അഷ്കർ എന്ന കൊടും ക്രിമിനലിന്റെ ക്രൂരതയാണ് ഈ കേട്ടത്. ഒരു ചിത്രം കൂടി കാണണം. 2022 പാലോട് സ്വദേശിയായ ആമിനയെ അഷ്കർ വിവാഹം കഴിക്കുമ്പോൾ ആമിനയുടെ രൂപം ഇതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആമിന. ഒന്നോർക്കണം, വിവാഹം നടക്കുമ്പോൾ ആമിനയ്ക്ക് വയസ്സ് 18, ഇപ്പോൾ 23. വിവാഹം കഴിഞ്ഞതിന് അടുത്ത ദിവസം മുതൽ ക്രൂരമായ ശാരീരിക ആക്രമണം തുടങ്ങി. ആദ്യമൊക്കെ മുഖത്തടിക്കൽ, പിന്നാലെ ഇരുചെവിയും പൊത്തി അടിക്കൽ, മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കൽ, പിന്നീട് സ്ത്രീധനം ആവശ്യപ്പെട്ട് അഷ്കറും മാതാവും സഹോദരിയും ചേർന്ന് ക്രൂരമായി ഉപദ്രവിച്ചു. മർദ്ദിച്ചവശയാക്കി ഫാനിൽ കെട്ടിത്തൂക്കാനും ശ്രമിച്ചു. ഉപദ്രവിക്കുന്നത് വയറ്റിൽ ചവിട്ടും, തലയ്ക്കടിക്കും, മൂക്ക് ഇങ്ങനെ അടിക്കും. ഇതായിരുന്നു നിരന്തരം. 2024 ആമിന ഇപ്പോൾ കാണുന്ന അവസ്ഥയിലേക്ക് മാറാൻ ഇടയായ സംഭവം. അഷ്കർ ആമിനയെ തലയുടെ പിൻവശം ഭിത്തിയിൽ ചേർത്ത് ഇടിപ്പിച്ചു. ആ സംഭവം ആമിനയുടെ ജീവിതം തകർത്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആമിന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. 13 മാസം കോമ അവസ്ഥയിൽ കിടന്നു. ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ക്രൂരത പലവിധമായിരുന്നു. ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വായിൽ ബലം പ്രയോഗിച്ച് വിഷമൊഴിച്ചു. കൊലപ്പെടുത്താൻ കിണറ്റിൽ തള്ളിയിട്ടു. ഇവർ 3 പേരും കൂടെ കൊച്ചിനെ അടിച്ചിട്ട് വീട്ടിൽ വന്നതിനാണ് കൊച്ചിനെ അടിച്ചത്. കൊച്ചിനെ അടിച്ച് കൊച്ച് ബോധം ഇല്ലാതെ ആയപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ച് മരിച്ചെന്നും പറഞ്ഞ് ഇവർ 3 പേരും കൂടെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി കയറൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ കൊച്ചിന് എന്തോ ഇല്ല, പെട്ടെന്നൊരു ഓർമ്മ വരും പോലെ വന്ന് കൊച്ചു നില വിളിച്ചപ്പോഴത്തേക്ക് കയറങ്ങ് മാറ്റി. ഇത്രയധികം ക്രൂരതയുള്ള അല്ലെങ്കിൽ ക്രൂരനായ ഒരാളാണ് അഷ്കർ എന്നുള്ളത് ഇതെല്ലാം വ്യക്തമാക്കുന്നു.